ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ ഞാനിപ്പോ ഇത് ക്ലിക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ സ്ക്രീൻ. എന്നെ കാണുന്നുണ്ടാവില്ല അല്ലെ? കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇപ്പൊ കാണുന്നത് ഇതില് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള എന്റർ ഡാറ്റ. ഇപ്പൊ ഞാനിപ്പോ മൂവ് ചെയ്യുമ്പോ ഇവിടെ എന്റർ ഡാറ്റ ക്ലിക്ക് ചെയ്തു. ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള എന്റർ ഡാറ്റ. അപ്പൊ എന്റർ ഡാറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സ്ക്രീനാണ് വില്ലേജ് ഓഫീസേഴ്സിനുള്ളത്. ഈ സ്ക്രീനാണ് വില്ലേജ് ഓഫീസേഴ്സിനുള്ളത്. അപ്പൊ വില്ലേജ് ഓഫീസേഴ്സ് ഇന്ന് ഡാറ്റ എൻട്രി ചെയ്യുകയാണെങ്കിൽ 1/9/2023 ഓട്ടോമാറ്റിക് ആയിട്ട് വരും. എന്നിട്ട് ഏത് മാസത്തെ ഡാറ്റയാണോ എൻട്രി ചെയ്യണം, അപ്പൊ ഇത് ഓഗസ്റ്റ് മാസം ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഏത് ജില്ലയാണെന്ന് ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. എറണാകുളത്ത് നിന്ന് ആരെങ്കിലും ജോയിൻ ചെയ്യും. അപ്പൊ ഞാൻ കോട്ടയം എടുക്കാം. കോട്ടയം എടുത്തു. അപ്പൊ കോട്ടയത്തിലെ 2 RDO എത്രയാണെന്ന് വെച്ചാൽ അത് വന്നു. അപ്പൊ ഞാനത് കോട്ടയം RDO എടുത്തു. എന്നിട്ട് താലൂക്ക്, കോട്ടയത്തിന്റെ RDOയുടെ ഉള്ളിലുള്ള താലൂക്കുകൾ മാത്രം കാണിക്കും. അപ്പൊ ഞാൻ വീണ്ടും കോട്ടയം എടുത്തു. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഒരു വില്ലേജ്, എനിക്ക് ഏറ്റവും മുകളിൽ ടൗൺ ബ്ലോക്ക് എടുത്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്നിട്ട് അടിയിലുള്ള ഡാറ്റ ഇതെല്ലാം 0 ആണ് ബൈ ഡിഫോൾട്ട്. ഇനി അവർക്ക് വേറെ ഡാറ്റ എൻട്രി ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ 10 അടിച്ചു. പിന്നെ ഇവിടെ വന്നു. എനിക്ക് അത് എൻട്രി ചെയ്യണമെങ്കിൽ അടുത്തേക്ക് പോവാം. കാരണം ഇവിടെ ഓൾറെഡി 0 ആണെങ്കിൽ എൻട്രി ചെയ്യണ്ട. അങ്ങനെ ഡാറ്റ ഇങ്ങനെ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വന്ന് വന്ന് ഓരോ ഡാറ്റ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രി ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ രൂപ എഴുതേണ്ടടുത്ത് ഞാൻ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് രൂപ എന്നുള്ള ഒരു ഇവിടെ വെച്ചിട്ടുണ്ട്. സൈൻ സിമ്പിൾ, കറൻസി സിമ്പിൾ. അപ്പൊ ഇവിടെ കളക്ഷൻ ഈ മാസം. അപ്പൊ അവിടെ 10,000 അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റും. പിന്നെ ഇവിടെ കളക്ഷൻ രൂപ എഴുതേണ്ടടുത്ത് രൂപ എന്നുള്ളത് വെച്ചിട്ടുണ്ട്, അതായത് കറൻസി സിമ്പിൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ ഡാറ്റ എൻട്രി ചെയ്ത് കാണിക്കുന്നില്ല, കാരണം നിങ്ങളെല്ലാം ഇതിലെല്ലാം അഗ്രഗണ്യരാണെന്ന് എനിക്കറിയാം. പിന്നെ അവിടെ പതുക്കെ ഇങ്ങനെ എല്ലാതും കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പതുക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ എനിക്ക് കാണാനുണ്ട് ഞാൻ അവിടെ സ്ക്രോൾ ആവുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ എല്ലാ ഡാറ്റയും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത്ര തന്നെയാണ്. ഇനി ആകെ കൂടി നമ്മുടെ എല്ലാ വില്ലേജ് ഓഫീസറുകളിൽ നിന്നും കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഒരു പുതിയ ഡാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേരിയബിൾ ആണ്. ഈ വേരിയബിൾ ടോട്ടൽ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തേക്കണം. ടോട്ടൽ റിപ്പോർട്ട് സബ്മിറ്റഡ്. അതായത് അവർ പറഞ്ഞു ധാരാളം റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിനു വേണ്ടി ഒരു കോളം വേണം. അതുകൊണ്ട് ഇനി എത്ര റിപ്പോർട്ട്, എന്തിലൊക്കെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ റിപ്പോർട്ട് ഇവിടെ എഴുതാം. അടുത്തത് അവർ പറഞ്ഞു കുറെ ഫീൽഡ് വിസിറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഹിയറിംഗിന്റെ കൂടെ ഔട്ട്സൈഡ് ഓഫീസ് കൗണ്ട് ഓഫ് ഹിയറിംഗ് ആൻഡ് ഫീൽഡ് വിസിറ്റ് എന്ന് രണ്ടും കൂടി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ ചേഞ്ച് ഇതാണ്. അപ്പൊ അത് സ്പ്രെഡ്ഷീറ്റിന്റെ ഉള്ളിലേക്കും ഈ ഡാറ്റ എൻട്രി ഞാൻ ആ ഒരു കോളം കൂടിയും, അപ്പൊ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ വില്ലേജ് ഓഫീസറുടെ അടുത്ത് സംസാരിക്കുമ്പോഴേക്കും സ്പ്രെഡ്ഷീറ്റിന്റെ ഉള്ളിലും കൂടി ഞാൻ അത് വെക്കും. ഇപ്പൊ ഇതിൽ മാത്രമേ ഇത് വെച്ചിട്ടുള്ളൂ. സ്പ്രെഡ്ഷീറ്റിന്റെ ഉള്ളില് ടോട്ടൽ റിപ്പോർട്ട് സബ്മിറ്റഡ് എന്നുള്ള ഒരു കോളം കൂടി എനിക്ക് ഞാൻ എൻറ്റർ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതൊരു പുതിയ ഫീൽഡാണ്. ഫീഡ്ബാക്ക് എടുത്തിട്ട് ഞങ്ങൾ ഉടനെ തന്നെ അടുത്ത മാസത്തേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പറയണം. കാരണം വില്ലേജ് ഓഫീസേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ആണ് ഞങ്ങൾ കുറേ ഫീൽഡ് വിസിറ്റ് നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോളം വേണം. ഞങ്ങൾ ധാരാളം റിപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് പെർട്ടിക്കുലർ ഫീൽഡ് അതിനു വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് മാത്രമാണ് ഇവിടുത്തെ ചേഞ്ച്. എന്നിട്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോകും. ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം ഞാൻ അതൊന്ന് സേവ് ചെയ്യാം. എന്നിട്ട് ഞാൻ പിന്നീട് ഞാൻ ഡിലീറ്റ് ചെയ്ത് തരാം. ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പുതിയ റിപ്പോർട്ട്സിന്റെ അത് മാത്രം നമുക്കൊന്ന് എൻറ്റർ ചെയ്യാം. ലാൻഡ് ടാക്സ്, ഔട്ട്സൈഡ് ഓഫീസ് വർക്ക് നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാൻ 25 ഫീൽഡ് വിസിറ്റും ഒരു 47 റിപ്പോർട്ട്സും ഞാൻ സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സേവ്ഡ് ആയി. ഇനി സേവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ സ്ക്രീൻ വരും. നിങ്ങൾക്ക് വീണ്ടും എൻറ്റർ ചെയ്യണമെങ്കിൽ എൻറ്റർ ചെയ്യാവുന്ന രീതിയിൽ ഈ മാസം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യത്തെ മാസം ചെയ്യുമ്പോൾ കുട്ടികളാവുമ്പോൾ എപ്പോഴും തുടക്കക്കാർക്ക് ഒരു ചെറിയൊരു ശങ്ക ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ സിസ്റ്റം ഉണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരുടെ കയ്യിൽ നിന്നാണ് എൻട്രി വരണേ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് എൻട്രി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഡാറ്റാബേസ് ഉണ്ട്,
അപ്പൊ സ്റ്റേറ്റ് ഡാറ്റാബേസ് കാണാം. ഡിസ്ട്രിക്ട് ഡാറ്റാബേസ് ഉണ്ട്. ഡിസ്ട്രിക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ഇവിടെ ഏറ്റവും അടിയിൽ കാണാൻ പറ്റും. ഇവിടെ ആ ഒരു മൗസ് പോയിന്ററും കൂടി ഇനി കൊണ്ടുവരണം ഒരു ഫീച്ചർ എന്നുള്ള രീതിയിൽ. അപ്പൊ പോയിന്റർ നീങ്ങുമ്പോൾ ഈ സ്ക്രീൻ എന്താ പറയുക പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ RDO-DB ഏറ്റവും അടിയിലുണ്ട്. അതൊരു പുതിയ ഇന്നോവേഷൻ ആണ്. RDOമാർക്ക് ഇനി അവരുടെ താലൂക്കുകൾ എങ്ങനെ നടക്കുന്നു എന്ന് അറിയാൻ പറ്റും. അവരുടെ കീഴിലുള്ള താലൂക്കുകളില് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ താലൂക്ക് DB. ഇപ്പൊ നമ്മളിപ്പോ ഈ എൻ്റർ ചെയ്ത താലൂക്ക് DBയില് നമ്മൾ ഏറ്റവും അടിയിലേക്ക് ഇങ്ങനെ പോകണം എന്നില്ല കോട്ടയം കാണാൻ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ എൻട്രി അധികം ആൾക്കാരൊന്നും നടത്താത്തത് കൊണ്ട് ഇവിടെ വന്ന് വൺ ടൈം സർട്ടിഫിക്കേഷന്റെ അവിടെ ഒരു ക്ലിക്ക് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുണ്ടാവും ഇപ്പൊ നമ്മുടെ കോട്ടയം ഡാറ്റ. കോട്ടയം ഡാറ്റയില് സർട്ടിഫിക്കേഷൻ കോട്ടയം ഡാറ്റയിൽ വൺ ടൈം സർട്ടിഫിക്കേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. 10 എഴുതിയിട്ടുണ്ട്. ഒന്ന് നോക്കൂ. 1 2 3 4 5 6 7 8 9ാമത്തെ റോ ആയിട്ട് കോട്ടയം ടൗൺ ബ്ലോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ടൗൺ ബ്ലോക്ക് ഈ ഇപ്പൊ ഞാൻ ഹൈലൈറ്റ് ചെയ്തത് ഇത്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് ടൗൺ ബ്ലോക്ക് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കാണാൻ പറ്റും. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കോട്ടയം ടൗൺ ബ്ലോക്ക് ഇവിടെയുണ്ട്. അതിലേക്ക് ഞാൻ തിരിച്ചു പോട്ടെ കോട്ടയം ടൗൺ ബ്ലോക്കിലേക്ക്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ പോകുമ്പോ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ആ എൻ്റർ ചെയ്ത ഡാറ്റകളെല്ലാം കാണാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ആ 45ഉം 27ഉം റിപ്പോർട്ടും ഫീൽഡ് വിസിറ്റിലേക്ക് ഒന്ന് പോട്ടെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആരും അത് ചെയ്തിട്ടുണ്ടാവില്ല ഇതുവരെ അത്ര അധികം നമ്പർ. അപ്പൊ അതുകൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ നമ്മൾ 10,000 വെച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ വന്നിട്ടുണ്ട് കളക്ഷൻ. പിന്നെ നമ്മുടെ നമ്പർ ഓഫ് റിപ്പോർട്ട്സിലേക്ക് ഒന്ന് പോട്ടെ. ഡിസ്ട്രസ് വാറണ്ട്, ബിൽഡിംഗ് ടാക്സ് ബുക്ക്ഡ്, ബിൽഡിംഗ് ടാക്സ് ക്യുമുലേറ്റീവ്, ബിൽഡിംഗ് ടാക്സ്, ലക്ഷറി ടാക്സ്, ലാൻഡ് ടാക്സ്, സ്ക്വാഡ് വർക്ക്, ഇവിടെ ഔട്ട്സൈഡ് ഓഫീസ് വർക്ക്. അപ്പൊ ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഹെഡർ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഏറ്റവും വലിയ നമ്പർ ഉള്ളത് മുകളിൽ വരും. അപ്പൊ 25 47 വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെ നിന്ന് നമ്മളെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും മുകളില് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് സമർപ്പിച്ച വില്ലേജ് ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കോട്ടയം ടൗൺ ബ്ലോക്ക്. അതാണ് കാണാൻ പറ്റുന്നില്ലേ? അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ നമുക്ക് ഇത്രയും കസ്റ്റം ഫ്രണ്ട്ലി ആയിട്ട് ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊരു ഡാറ്റയിലും ആരാണ് ഏറ്റവും കൂടുതൽ ചെയ്തതെന്ന് അറിയാൻ അതിന്റെ മുകളിൽ ഹെഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വരും. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് ലെഫ്റ്റ് സൈഡിലുള്ള ആ 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഈ